ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പ്രഭയായി നനച്ചതല്ല. പായൽ കപാടിയെ സംവിധാനം ചെയ്ത് കനി കുസൃതി, ദിവ്യപ്രഭ, ഛായാഖദം, ഹൃദു ഹരുൺ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. 3 സ്ത്രീകൾ, അവരുടെ കഥയാണ് ഈ സിനിമ. പ്രത്യേകിച്ച് കനി കുസൃതി അവതരിപ്പിക്കുന്ന പ്രഭ എന്ന ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പടം പറയുന്നത്. ശരിക്കും പ്രഭയായി നനച്ചതല്ല, പ്രഭ നനച്ചതാണ് ഇതെല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സ്ലൈസ് ഓഫ് ലൈഫ് പടം എന്നൊക്കെ പറയില്ലേ, നമുക്കറിയാവുന്ന നമ്മളിൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും ഒരേട്, അതാണിത്. ഇത് പക്ഷേ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. നിങ്ങൾ ഈ അവാർഡ് പടം എന്ന് നമ്മൾ ചില പേരിൽ വിളിക്കുന്ന ആർട്ട് ഹൗസ് ഫിലിംസ് ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം, അവർക്ക് മാത്രം പറ്റുന്ന ഒരു പടമാണ്. ഞാനിപ്പോൾ എല്ലാം കാണും, ആസ്വദിക്കുകയും ചെയ്യും. ചിലത് എനിക്കും ബോറടിക്കാറുണ്ട്, ചിലത് കണക്ട് ആവാറുമുണ്ട്. ഇതെനിക്ക് കണക്ട് ആയ പടമാണ്. ഇതിലെ 3 സ്ത്രീ കഥാപാത്രങ്ങളും അവര് ജോലി ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നില്ല. അപ്പോഴും അവർ ഒരു വെട്ടം മനസ്സിൽ കരുതുന്നുണ്ട്, പ്രതീക്ഷയുടെ വെട്ടം. അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലെങ്കിൽ പോലും അവർ വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. മുംബൈ പോലെ വളരെ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു വലിയ സിറ്റിയിൽ നിന്നും ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് ഒരു ഫ്രീഡം ലഭിക്കുന്നുണ്ട്. അതാണ് ഈ പടത്തിന്റെ ഒരു കോർ ഐറ്റം എന്ന് പറയാം. ഇതല്ലാതെ ഇതിൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിലൊരു കടലിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മനുഷ്യനെ കിട്ടുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു പോർഷൻ വെച്ചിട്ട് ഒരു കിളി പറത്തുന്ന ടൈപ്പ് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അവിടെയാണ് ഈ പടത്തിന്റെ റിലേ ശരിക്കും പോകുന്നത്. എനിക്ക് പേഴ്സണലി അതൊരു കനിയുടെ ഇമാജിനറി കോൺവെർസേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് വേണമെങ്കിൽ പലർക്കും പലതായിട്ട് വ്യാഖ്യാനിക്കാം. ആ ഒരു ഭാഗം എല്ലാവർക്കും വർക്കാവില്ല. പിന്നെ അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന പടത്തിന്റെ മൂഡ് നശിപ്പിക്കുന്ന കനിയുടെ ഒരു സീനുണ്ട് കാട്ടില്. ഞാൻ ഈ പറഞ്ഞ പോലെ ടൗണിൽ നിന്നും ഗ്രാമത്തിലേക്ക് പോകുമ്പോഴുള്ള ഫ്രീഡം, അതൊരു സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ കാണിച്ചതാവാം അങ്ങനെ, ബട്ട് അത് വേണ്ടായിരുന്നെന്ന് തോന്നി. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലി പടത്തിൽ ഒരു അനാവശ്യമായിട്ട് ഫീൽ ചെയ്തത്. കിടിലൻ പെർഫോമൻസുകളാണ് പടത്തിന്റെ മെയിൻ എന്ന് പറയാം. കനി കുസൃതിയൊക്കെ എന്തൊരു ഗംഭീര അഭിനേത്രിയാണ്. അവർക്കൊന്നും നാഷണൽ അവാർഡ് ഇതുവരെ കൊടുക്കാത്തതിൽ എനിക്ക് ഇവിടുത്തെ അവാർഡ് ജൂറികളോട് പുച്ഛം തന്നെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം ഈ സിനിമ അതുപോലെ ഗേൾസ് വിൽ ബി ഗേൾസ്, ഇതിലെ 2 പെർഫോമൻസ് വെച്ചിട്ട് കനിക്ക് നാഷണൽ അവാർഡ് കൊടുക്കേണ്ടതാണ്. ബട്ട് ഇവിടുത്തെ പൊളിറ്റിക്സ് കൊണ്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ഞാൻ പറയും, മലയാളത്തിന്റെ നമ്മുടെ പാവങ്ങളുടെ സ്മിതാ പാട്ടീലാണ് കനി കുസൃതി. ദിവ്യപ്രഭയുടെ വിവാദപരമായിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട്. എന്ത് വിവാദം! വേൾഡ് സിനിമ ഒന്നും കാണാത്തവരാണ് ഇതൊക്കെ വലിയ സംഭവമായിട്ട് മാറ്റുന്നത്. നമ്മൾ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ലൈംഗിക ദാരിദ്ര്യമാണ് ഇത് കാണിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും യാഥാസ്ഥിതരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ബോൾഡ് റോൾ ചെയ്തതിന് അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കണം. ഇത് ആക്ച്വലി ഒരു സിമ്പിൾ കഥാപാത്രമാണ്, ഒരു കഥയില്ലാത്ത പെണ്ണെന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറില്ലേ. അങ്ങനെയുള്ള ഒരു റോള് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ ദിവ്യപ്രഭ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഛായാഖദം, ഞാൻ ലാപ്പത്ത ലേഡീസിന്റെ റിവ്യൂവിൽ ഈ നടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗംഭീര ആക്ട്രസ് ആണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് പുള്ളിക്കാരി. ചായ എടുത്തുകൊണ്ട് നാട്ടിൽ പോകുന്ന കാര്യമൊക്കെ സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടത്. പിന്നെ നമ്മുടെ മുറയിൽ നായകനായിട്ട് വന്ന ഹൃദു ഹരുൺ ഇതിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അസീസ് നെടുമങ്ങാട്, അനന്തസ്വാമി തുടങ്ങിയവരും പടത്തിലുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ വിഷ്വൽസിന് ഭയങ്കര ഷാർപ്നെസ്, കുറച്ച് ഗ്രെയിൻസ് ഒക്കെ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിൽ വളരെ ഡൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതലും രാത്രികാല വിഷ്വലുകളാണ്. ഇതെല്ലാം ആ കഥാപാത്രങ്ങൾ ഇരുട്ടിലാണ് എന്നൊരു മെറ്റഫോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ടൗണിലുള്ളപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഇടുങ്ങിയ ശ്വാസം മുട്ടിക്കുന്ന തരം ഷോട്ടുകൾ, അതിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ തന്നെ ആ ബസ് പോകുന്ന ആ ഒരു ബീച്ചൊക്കെയുള്ള ആ ഒരു ഭാഗം കാണിക്കുന്ന വളരെ വൈഡ് ആംഗിൾ ഷോട്ട്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ ടൗണിൽ വളരെ കൺജസ്റ്റഡ് ആയിട്ട് ജീവിച്ചിരുന്ന ഈ ക്യാരക്ടേഴ്സ് അവരുടെ ലൈഫിൽ നിന്ന് തന്നെ ഒരു എന്താ പറയാ, ലൈഫിനൊരു ശ്വാസം കിട്ടിയ പ്രതീതി നൽകുന്നത് പോലെ ഇതെല്ലാം വളരെ ആലങ്കാരികമായിട്ടുള്ള വിഷ്വലുകളാണ്. ഇപ്പൊ ആ ഒരു സെക്ഷുവൽ സീൻ ആണെങ്കിൽ തന്നെ വളരെ എസ്തെറ്റിക് ആയിട്ടാണ് ഇവരെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ നൈസ് ആണ് ഇതിന്റെ ക്യാമറ. രണബീർ ദാസ് ആണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് എഡിറ്ററായ ക്ലെമൻ പിന്റോയാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. വളരെ മൈൽഡ് ആയിട്ടുള്ള മ്യൂസിക്കും പടത്തിന്റെ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആകമത്തിന്റെ ടോട്ടലിൽ ഇത് എല്ലാവർക്കും പറ്റിയ പടമല്ല. നിങ്ങൾ ഇന്റർനാഷണൽ ഫിലിംസും ആർട്ട് ഹൗസ് ഫിലിംസും ഒക്കെ കാണുന്നവരാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പടവുമാണ്. എനിക്ക് വർക്കായ സിനിമയാണ്. പ്രത്യേകിച്ച് കനി കുസൃതിയുടെയും ഛായാഖദമിന്റെയും ക്യാരക്ടേഴ്സ്, അവരുടെ ഏകാന്തത, ഇതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, അത് അവരുടെ തെറ്റുമല്ല. പിന്നെ ഇതിൽ സീൻ കാണാൻ വേണ്ടി മാത്രം എന്റർടൈൻമെന്റ് പടം എന്ന് പ്രതീക്ഷിച്ചു വരുന്ന നോർമൽ മാസ് ഓഡിയൻസ് ഉണ്ട്. അവർക്കിത് ഒരിക്കലും വർക്കാവില്ല. അത് ബോറായിട്ട് ഫീൽ ചെയ്യുള്ളൂ, അവർക്ക് കണക്ട് ആവുകയില്ല. അതാണ് ശരിക്കും സത്യം. പിന്നെ ബുദ്ധിജീവി ആണോന്നൊന്നും ഇല്ല ഈ പടം കാണുന്നതിന്. സിമ്പിൾ സ്ലൈസ് ഓഫ് ലൈഫ് പടങ്ങളൊക്കെ കാണുന്ന ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ വർക്ക് ആകുമായിരിക്കും. പടം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കഥ മുംബൈയിലായതുകൊണ്ട് തന്നെ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം മിക്സ് ചെയ്തുള്ള ഡയലോഗുകളാണ്. കൂടുതലും മലയാളം ഡയലോഗാണ് ഉള്ളത്. അത് പറഞ്ഞപ്പോഴാണ് പായൽ കപാടി എന്ന ഡയറക്ടർ, അവരൊരു മലയാളിയല്ല. അപ്പൊ ഇത്രയും മലയാളം ഡയലോഗ്സ് ഉള്ള മലയാളികളുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു കഥ വളരെ നാച്ചുറൽ ആയിട്ട് എടുത്തതിന് അവർക്കൊരു സ്പെഷ്യൽ അഭിനന്ദനം തന്നെ കൊടുക്കണം. അതുപോലെ ഈ പടത്തിന്റെ ഒരു മലയാളം ഡിസ്ക്രിപ്ഷൻ ഉള്ള ഒരു വേർഷൻ കൂടിയുണ്ട്. അത് കാണരുത്, ഇതിന്റെ ഡയലോഗ്സ് മാത്രമുള്ള പടം കാണുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീണ്ടും കാണാം. ശരിയാണ്.